CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നാരംഭിച്ചതോടെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലേക്ക് രാഷ്ട്രീയ കേരളം. മുന്നണികളെല്ലാം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പത്രിക സമർപ്പണത്തിനുള്ള തയ്യാറെടുപ്പിൽ. കുട്ടികളെ ഏറെ സ്നേഹിച്ച രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണകളോടെ ശിശുദിനം ആഘോഷിച്ച രാജ്യം. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വർണ്ണാഭമായ പരിപാടികൾ നടന്നു. CCTVയിൽ ശിശുദിന വാർത്തകൾ വായിച്ച് കുട്ടി വാർത്താവതാരകൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CCTV സംഘടിപ്പിക്കുന്ന ജനവിധി 2025 തത്സമയ സംവാദത്തിന് ശനിയാഴ്ച തുടക്കമാകും. കാർഷിക പ്രാധാന്യമേറെയുള്ള കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പ്രതിനിധികളാണ് ആദ്യ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണി മുതൽ CCTV ന്യൂസ് ചാനലിലും യൂട്യൂബ് ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യും. എളവള്ളി പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി 18 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് നിശ്ചയിച്ചത്. BJP ചാവക്കാട് നഗരസഭയിലേക്ക് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുതുവട്ടൂർ ശിക്ഷക് സദനിൽ BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ഗുരുവായൂർ പുതുശ്ശേരിപ്പാടം വാർഡ് മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് കോൺഗ്രസ് മുൻ കൗൺസിലർ PS രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരിച്ചുവന്ന പ്രവാസികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ഗുരുവായൂർ വടക്കേകാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചാവക്കാട് പ്രതിഷേധ സമരസംഗമം നടത്തി. നെല്ലുവായ് ധന്വന്തരി ആയുർവേദ ഭവൻ ആശുപത്രിയിലെ തൊടിയിലെ ചെടി എന്ന ഔഷധ ഉദ്യാനത്തിന്റെയും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ധന്വന്തരി പ്രതിമ സ്ഥാപിച്ചതിന്റെയും 1ാം വാർഷികാഘോഷം നടത്തി. ഇതിനോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും നടത്തി. ബസ് ഓടിക്കുന്നതിനിടെ സ്കൂൾ ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു. മരണത്തിനു മുന്നിലും കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയാണ് ഡ്രൈവർ യാത്രയായത്. ഗുരുവായൂർ പാലുവായ് സെന്റ് ആന്റണീസ് UP സ്കൂളിലെ ബസ് ഡ്രൈവർ ചക്കംകണ്ടം സ്വദേശി 55 വയസ്സുള്ള മാടാനി വീട്ടിൽ രാജനാണ് മരിച്ചത്. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് കാനറ ബാങ്ക് ജീവനക്കാരുടെ വിളക്കാഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിയൂർ സെന്റ് ജോർജ് പള്ളി കാര്യസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അഞ്ഞൂർക്കുന്ന് മണ്ടുമ്പാൽ ഉക്കുർമകൻ 56 വയസ്സുള്ള ജോയിയെയാണ് പഴയ അഞ്ഞൂർ മാർക്കുറിലോസ് ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റിലെ വിദ്യാർത്ഥികൾ അഞ്ഞൂർ സെന്ററിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണം നടത്തി. 47ാമത് തൃശൂർ ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ജൂനിയർ വിഭാഗത്തിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ +1 വിദ്യാർത്ഥി അഫ്നാൻ ബിൻ അബ്ദുൾ റഷീദ് 1ാം സ്ഥാനം നേടി. കേരള മാപ്പിള കലാ അക്കാദമിയുടെ ഗുരുവായൂർ ചാപ്റ്റർ സംഗമവും മെമ്പർഷിപ്പ് വിതരണവും ചാവക്കാട് നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.